പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. റോമാലേഖനത്തിൻ്റെ 10-ാം അധ്യായം 9-ാം വചനം, യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം എന്താണ് വിശ്വസിക്കേണ്ടത്? യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഏറ്റുപറയുകയും ചെയ്താൽ രക്ഷയുണ്ട് നമുക്ക്. എന്നിട്ട് പൗലോസ്ലീഹ വീണ്ടും കൊരിന്ത്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 12:3 വചനത്തിൽ ഓർമ്മപ്പെടുത്തുന്ന കാര്യം നമുക്ക് പരിചിതമാണ്. യേശു കർത്താവാണെന്ന് ഏറ്റുപറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ല എന്ന് നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ യേശു കർത്താവാണെന്ന് ഏറ്റുപറയാൻ ആര് വേണം? പരിശുദ്ധാത്മാവ് വേണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് ആത്മാവിൽ ജ്വലിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു കർത്താവാണെന്ന് ഏറ്റു പറയാൻ പരിശുദ്ധാത്മാവ് വേണം. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പൂരിതരാകാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഈ പ്രതിസന്ധികളും അസ്വസ്ഥതകളും ഒക്കെ ഉടലെടുക്കുമ്പോൾ, രോഗപീഠകളും അസ്വസ്ഥതകളും ലോകത്തിൽ അലയടിക്കുമ്പോൾ അതിനെ മറികടക്കുന്നൊരു വിശ്വാസത്തിൻ്റെ തീ എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ജ്വലിക്കാൻ പറ്റത്തുള്ളൂ. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും അതീവ തീക്ഷ്ണതയോടെ ആഗ്രഹിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് നിറയുമ്പോൾ ആ ഒരു വെളിച്ചത്തിൽ എല്ലാ വചനത്തിൻ്റെ അന്തരാർത്ഥം നമുക്ക് വെളിപ്പെട്ട് കിട്ടും. പരിശുദ്ധാത്മാവ് വെളിച്ചമായിട്ട് വചനത്തിലേക്ക് കടന്നു വരും. അപ്പോൾ നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കും, നമ്മുടെ ചിന്തകളെ പ്രകാശിപ്പിക്കും. ഹൃദയത്തിലേക്ക് ഈ വചനം പതിയുമ്പോൾ അത് നിത്യമായിട്ട് നമ്മുടെ ഉള്ളിൽ പതിക്കപ്പെടും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ച് കണ്ണുകളൊന്ന് അടച്ച് കൈകൾ കൂപ്പി ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വെളിച്ചം എൻ്റെ ഉള്ളിലേക്ക് നിറയണം. ഒരു ദൈവിക ചൈതന്യം എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കണം. ആത്മാവിൻ്റെ ഒരു അഗ്നിശക്തി എൻ്റെ ജീവിതത്തെ പൂരിതമാക്കണം. ദൈവത്തിൽ ആനന്ദിക്കാൻ എനിക്ക് പറ്റണം. കർത്താവിൽ സന്തോഷിക്കാൻ എനിക്ക് പറ്റണം. എൻ്റെ ജീവിതം എൻ്റെ ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസം പുലർത്തുന്നത് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ നിറയുമ്പോഴാണ്. കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുന്നതും യാചിക്കുന്നതുമൊക്കെ അറിയുന്നവർ ദൈവമുണ്ടെന്ന്, എന്നെ കൈവിടാത്ത സ്നേഹമായി ഒരു കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കാൻ ആത്മാവിൻ്റെ അഭിഷേകം എന്നിലേക്ക് പകർന്നു തരണമേ. കർത്താവെ, തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ, തീക്ഷ്ണതയോടെ വചനത്തിൽ ആഴപ്പെടാൻ ഒരഭിഷേകം എൻ്റെ ജീവിതത്തിലേക്ക് നിറയ്ക്കണമേ. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണിത്. ഇരു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വെളിച്ചം ഉള്ളിൽ നിറഞ്ഞ് വിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ടുള്ളൊരു തീക്ഷ്ണത കിട്ടട്ടെ ഓരോ മക്കൾക്കും. എൻ്റെ ദൈവം എന്നെ കൈവിടുന്നില്ല. എൻ്റെ ദൈവം എനിക്ക് ഉത്തരമരുളുന്ന ദൈവമാണ്. ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്കതിന് ഉത്തരമുണ്ട്. ഞാൻ യാചിച്ചാൽ എനിക്ക് മറുപടിയുണ്ട്. ഈ വിശ്വാസം ഉള്ളിൽ ആഴപ്പെടട്ടെ. ഇരു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി എല്ലാ ദൈവമക്കളും അതീവ തീക്ഷ്ണതയോടെ ശക്തിയോടെ കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തെ ഒന്ന് ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, ആരാധിക്കുന്ന പരിശുദ്ധനെ, 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 പരിശുദ്ധ നാമത്തെ അനവരതം ആരാധിക്കുന്ന സ്വർഗ്ഗവാസികൾ മുഴുവനോട് ചേർന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിക്കുന്നു. പരിശുദ്ധനെ, 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 ബലവാനായവനെ, അമർത്തനായവനെ, എന്നെ നിരന്തരം നയിക്കുന്ന ഏക ദൈവമേ, സത്യദൈവമേ, നിന്റെ പരിശുദ്ധി ആരാധിക്കുന്നതിലേക്ക് കൃപാവരം നിറയ്ക്കണമേ, അഭിഷേകം നിറയ്ക്കണമേ, ഒരു ചൈതന്യം നിറയ്ക്കണമേ. വചനത്തിൻ്റെ കൂടുതൽ അഭിഷേകം എൻ്റെ ഹൃദയത്തിൽ അർത്ഥപൂർണ്ണമാകട്ടെ, എൻ്റെ ജീവിതത്തിൽ അർത്ഥപൂർണ്ണമാകട്ടെ. ഒരു പുതിയ പ്രകാശം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ നിറയ്ക്കണമേ. കർത്താവ്, അങ്ങനെയുള്ള വിശ്വാസത്തിൽ ആഴപ്പെടാൻ ഒരു അഭിഷേകം നൽകണമേ. കരമുയർത്തി മനമുയർത്തി എല്ലാ ദൈവമക്കളും ശക്തിയോടെ തീക്ഷ്ണതയോടെ പരിശുദ്ധ നാമത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ, ഇപ്പോൾ എന്നിലേക്ക് വ്യാപരിക്കണമേ. വിശ്വസിക്കുക, തീക്ഷ്ണതയിൽ ആഴപ്പെടാൻ, ദൈവത്തിൽ ആഴപ്പെടാൻ, ദൈവസ്നേഹത്തിൽ ആഴപ്പെടാൻ, വചനത്തിൽ ആഴപ്പെടാൻ ഒരഭിഷേകം ഇപ്പോൾ നിറയട്ടെ. ആരാധന, 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 ആരാധന. ഓരോ വ്യക്തികളിലേക്കും ഓരോ കുടുംബങ്ങളിലേക്കും പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. വിശ്വാസത്തിന്റെ ചൈതന്യം, വിശുദ്ധിയുടെ ചൈതന്യം ഓരോ മനസ്സുകളിൽ നിന്ന് നിറയട്ടെ. ആമേൻ, ആമേൻ. ആരാധന, 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 ആരാധന. കൈകൾ താഴ്ത്തി, കൈകൾ കൊട്ടി ആരാധിക്കട്ടെ, ആരാധിക്കട്ടെ. ചേർന്ന് പാടി ആരാധിക്കട്ടെ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം.
നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം. വിശ്വാസത്തിന്റെ ഒരു തീക്ഷ്ണത ഓരോ മനസ്സുകളിലേക്ക് അത്ഭുതകരമായി നിറയട്ടെ. കൈകൾ വീശി ആരാധിക്കട്ടെ, ആരാധിക്കട്ടെ. ആത്മാവേ, ദൈവിക പ്രകാശമായി ഞങ്ങളിലേക്ക് വ്യാപരിക്കണം. ഒരു പുതിയ പ്രകാശം നിറയട്ടെ. ഒരു പുത്തൻ പ്രഭാതം എൻ്റെ ഉള്ളിൽ നിറയട്ടെ. ഒരു പുത്തൻ പ്രഭാതത്തിന്റെ ചിന്ത എൻ്റെ ഉള്ളിൽ നിറയട്ടെ. പരിശുദ്ധാത്മാവേ, ആവസിക്കണം, 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 ആവസിക്കണം. ഉള്ളിലെ എല്ലാ ഇരുളിമയും നീങ്ങി ഒരു പുത്തൻ പ്രതീക്ഷയുടെ പ്രഭാതം എൻ്റെ ഹൃദയത്തിൽ നിറയട്ടെ. ആരാധന, 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 ആരാധന. ഇരു കരങ്ങൾ ഉയർത്തി ഓരോ ദൈവമക്കളും ഒരിക്കൽ കൂടെ തീക്ഷ്ണതയോടുകൂടെ ശക്തിയോടുകൂടെ ജീവിക്കുന്ന ദൈവത്തെ ഒന്ന് ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച് അഗ്നിയയക്കണമേ, ദാഹത്തോടെ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ, ഹൃദയത്തെ സ്പർശിക്കണം. ശക്തിയയക്കണമേ, പരിശുദ്ധാത്മാവേ, അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ. ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് അഭിഷേകത്തിൻ കൈകൾ എന്നിൽ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീശണമേ വീണ്ടും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, തീക്ഷ്ണതയോടെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നാളുകളെന്ന് പറയുന്നത് നമുക്കറിയാം, ഈ വേനൽക്കാലം വരുമ്പോൾ ഈ ഭൂപ്രകൃതിയൊക്കെ ഇങ്ങനെ ഉണങ്ങി വരണ്ട് കിടക്കുന്നൊരു സ്ഥിതിയില്ലേ. എന്നിട്ടൊരു പുതുമഴ പെയ്യുമ്പോഴത്തേക്കും ഈ പുൽനാമ്പുകളൊക്കെ ഇങ്ങനെ മുളച്ച് പൊന്തി, ഈ തകരയൊക്കെ ഇങ്ങനെ വിത്ത് അനങ്ങാതെ കിടന്നതൊക്കെ പൊട്ടി മുളച്ച് വളരുന്നത് പോലെ ഒരു ചാകര കണ്ട സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ നാസ്തികർക്കും ഈ നിരീശ്വരവാദികൾക്കും ഒക്കെ ഈ നാളുകൾ. അപ്പോൾ അവർ ഇങ്ങനെ അവർ ഇങ്ങനെ ഇത് ചാകര ചാകര എന്ന് പറയുന്നൊരു ആവേശത്തിലാണ് ഉള്ളത്. എന്ത് ആവേശമാണെന്ന് നമുക്കറിയത്തില്ല. അവർ പറയുന്നതിന് കാരണം ഇത് ഇപ്പോൾ ഏതെങ്കിലും അമ്പലങ്ങളിൽ പൂജാകർമ്മം ഉണ്ടോ, ഏതെങ്കിലും പള്ളികളിൽ ശുശ്രൂഷയുണ്ടോ, മോസ്കുകളിൽ ബാങ്ക് വിളി ഉയരുന്നുണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ട് എന്ത് വേണ്ടി? വിശ്വാസം കൊണ്ടൊരു കാര്യമില്ലെന്ന് ഇപ്പം കണ്ടില്ലേ. ദൈവമില്ലെന്ന് ഇതിനപ്പുറത്തേക്ക് എന്താ ഒരു തെളിവ് വേണ്ടത്? ദൈവം ഉണ്ടെങ്കിൽ ഇപ്പം ഈ രോഗമൊക്കെ മാറ്റട്ടെ. എന്തിനാ ഇപ്പം രോഗശാന്തി നൽകുന്നവരും പ്രവചനം നടത്തുന്നവരും ഒക്കെ എല്ലാം കെട്ടടങ്ങിയില്ലേ? നോക്കിക്കേ, എവിടെയെങ്കിലും എന്തെങ്കിലും കാണാനുണ്ടോ? ഇതാ പറഞ്ഞത് ദൈവം ഇല്ല എന്ന്. ഇത്രയും നാൾ പറഞ്ഞപ്പോൾ ആർക്കും ബോധ്യമാകില്ലായിരുന്നു. ഇപ്പം കണ്ടില്ലേ, എല്ലാവരും പഠിച്ചില്ലേ, എല്ലാം ദുരിതത്തിലായപ്പോൾ എല്ലാവർക്കും ഒരടക്കമായല്ലോ. ഇങ്ങനൊക്കെ പറഞ്ഞ് ഈ നിരീശ്വര ചിന്തകളും നാസ്തികരുമൊക്കെ വിളയാടുന്ന ഒരു നാളുകളാണ് ഇത്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് മതങ്ങൾ എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് പോകേണ്ടത്. നരവംശ ശാസ്ത്രത്തെക്കുറിച്ച് പഠനം നടത്തുമ്പോൾ പ്രകൃതി പ്രതിഭാസങ്ങളിൽ വിസ്മയം കണ്ട മനുഷ്യൻ ആദ്യമേ അവൻ്റെ ഉള്ളിലേക്ക് എന്തൊക്കെയോ ചില ചിന്തകൾ ഇങ്ങനെ കടന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ചിന്തകൾക്കും ബുദ്ധിക്കുമൊക്കെ അതീതമായിട്ട് എന്തോ ഉണ്ട് എന്നൊരു തോന്നൽ അവൻ്റെ ഉള്ളിൽ വരിക. അത് പിന്നീട് ഇങ്ങനെ ചില പ്രകൃതി ശക്തികളോടുള്ള ആരാധനകളൊക്കെ ആയിട്ട് രൂപാന്തരപ്പെടുക. ചരാചരങ്ങളോടുള്ള ആരാധനകൾ, ഒരുപക്ഷെ അവൻ്റെ ഉള്ളിൽ തന്നെ രൂപപ്പെട്ട ചില ഭയപ്പാടുകൾ, ചിലതിനോടൊക്കെ അവൻ്റെ ചിന്തകൾക്കും ബുദ്ധിക്കുമൊക്കെ അതീതമായിട്ട് നിൽക്കുക, അവൻ്റെ ശക്തിക്ക് അതീതമായിട്ട് നിൽക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള ഭയപ്പാടുകൾ യഥാർത്ഥത്തിൽ മനുഷ്യ മനസ്സുകളിൽ ഇങ്ങനെ ഉയർക്കൊള്ളുന്നതാണ് മതങ്ങളുടെയൊക്കെ ആരംഭം എന്ന് നമ്മൾ തിരിച്ചറിയുന്നൊരു സത്യം തന്നെയാണ്. ഇവിടെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു വരികയാണ്. ഒരുപക്ഷെ മതങ്ങളുടെ ആരംഭം എന്ന് പറയുന്നത്, വിശ്വാസത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് അവിടാണെന്ന് നമ്മൾ കണ്ടാൽ, പ്രിയപ്പെട്ടവരെ, അതിനപ്പുറത്തേക്ക് കടന്ന യഥാർത്ഥ ക്രിസ്ത്യാനി വിശ്വസിക്കുന്ന ഒന്ന്, ഈ ലോകത്തിലേക്ക് മനുഷ്യനായിട്ട് അവതരിച്ച പിതാവിൻ്റെ ഏകപുത്രനായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അവതരിച്ച
യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നുണ്ട് എന്ന് ആഴമായി വിശ്വസിക്കുമ്പോൾ അവൻ്റെ വിശ്വാസത്തിൻ്റെ മേഖലകളിലേക്ക് ഏത് തരത്തിലുള്ള പ്രതിസന്ധി കടന്നു വന്നാലും അതിനെ തളർത്താൻ സാധിക്കാത്ത പാറപ്പുറത്ത് ഭവനം പണിത കണക്കുള്ള ഒരടിത്തറ അവനുണ്ട്. എന്നാൽ ഈ അടിത്തറയില്ലാത്ത ക്രിസ്ത്യാനി ഇന്നും അസ്വസ്ഥന അല്ലേ? ഈ നാളുകളിൽ നമ്മുടെ ചില ചേട്ടന്മാരും ദൈവാരാധനയ്ക്കോ ദൈവീയ കാര്യങ്ങളിലോ താല്പര്യമില്ലാതെ സഭയെ വിമർശിച്ച്, പൗരോഹിത്യത്തെ വിമർശിച്ച്, ആത്മീയ ശുശ്രൂഷകളെ വിമർശിച്ച്, ശുശ്രൂഷകരെ കുറ്റം പറഞ്ഞ് അങ്ങനെ ജീവിക്കുന്ന കുറേയേറെ പേര് ഈ നാളുകളിൽ തിരിഞ്ഞു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പള്ളിയൊക്കെ അടച്ചു, ഇപ്പം നിങ്ങൾക്കൊക്കെ വീട്ടിലിരിക്കപ്രതിയായല്ലോ, എന്നിട്ടിപ്പോൾ എന്നാ ഉണ്ടായി? എന്നായിരുന്നു ഓരോ അച്ഛന്മാരുടെയൊക്കെ ധാർഷ്ട്യം? കുർബാനയ്ക്ക് എന്നാൽ അവിടെ എങ്ങനെ നിർത്തുമോ? മുമ്പോട്ട് കയറി നിൽക്ക്, നടുക്കോട്ട് അടുത്ത് നിൽക്ക്. എന്തെല്ലാം ആജ്ഞകളായിരുന്നു! വേദപാഠമില്ല, കുർബാനയില്ല, കോഴ്സും ഇല്ല, പരിപാടികളുമില്ല. അല്ലെങ്കിൽ എന്തായിരുന്നു? കോഴ്സ് കൂടാതെ കല്യാണം നടത്തിയല, നീ പള്ളി വരുന്നില്ലെങ്കിൽ വീട് വെഞ്ചരിക്കുകയില്ല. ഇപ്പോൾ ഒന്നുമില്ലല്ലോ, എല്ലാവർക്കും അടക്കമായില്ലേ? ഇങ്ങനെ ഈ ക്രിസ്ത്യാനി എന്ന പേരിൽ മാത്രം ജീവിക്കുന്നവൻ ഇത് പറഞ്ഞ് ആഹ്ലാദിക്കുന്ന ഒരു നാളുകളാണ് ഇത്. അപ്പോൾ വീട്ടിലുള്ളവരെയും ആത്മീയ ശുശ്രൂഷ മേഖലകളിലുള്ളവരെയും വൈദികരെയും സന്യസ്തരെയും ഒക്കെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ക്രിസ്ത്യാനി എന്ന നാമത്തിൽ മാത്രമുള്ളവൻ ഇങ്ങനെ വിലസുന്ന കാലങ്ങളാണ് ഇത്. ഇവിടാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ ചൈതന്യം ഇങ്ങനെ പ്രകാശിപ്പിക്കപ്പെടേണ്ടത്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവര്, ശാസ്ത്രത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ദൈവം എവിടാ? ദൈവത്തിനൊരു സ്ഥാനവും ഇല്ല. ദൈവം മരിച്ചു എന്ന് പണ്ട് നീഷയുടെ കണക്ക് ഇന്നും വിളിച്ചു പറയുന്ന വിഡ്ഢിയാന്മാരായ ആളുകളാണ്. അവർ പറയാണ്, നമ്മൾ ശാസ്ത്രത്തെ മാത്രം വിശ്വസിച്ചാൽ മതി, വെറുതെ വിഡ്ഢി ചിന്താഗതികളുമായിട്ട് ദൈവത്തെ വിശ്വസിച്ചേക്കരുത്. പ്രിയപ്പെട്ടവര്, ഈ ശാസ്ത്രത്തെ ദൈവത്തെ മാറ്റി നിർത്തി ഒന്ന് അവലോകനം ചെയ്തേ, ചിന്തിച്ചേ. ലോകരാഷ്ട്രങ്ങളൊക്കെ ഇങ്ങനെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടും പരസ്പരം പകയോടെ, പരസ്പര വൈരാഗ്യത്തോടെ ഇങ്ങനെ ഒരുമ്പിട്ട് തുടങ്ങുന്ന ഒരു നാളുകളായിരുന്നു ഇത് അല്ലേ? പകയും വൈരാഗ്യവും ഒക്കെ ഉള്ളിലിങ്ങനെ നീറിക്കൊണ്ടിരുന്നത് ഇതിങ്ങനെ കത്താൻ വേണ്ടി പോകുന്ന ഒരു സമയമായിരുന്നു ഇത്. വൻകിട രാഷ്ട്രങ്ങൾ എന്തെല്ലാം സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടാവും അല്ലേ? ശാസ്ത്ര സാങ്കേതിക രംഗം, വാർത്താവിനിമയ രംഗം, ഇതൊക്കെ മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ രീതിയിൽ വളർച്ച പ്രാപിച്ച നാളുകളാണ്. എല്ലാ തരത്തിലും എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. കര, ജല, വ്യോമ, യുദ്ധമാർഗങ്ങൾ, സംവിധാനങ്ങൾ, അവയെല്ലാം ഇങ്ങനെ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. എന്ത് കാര്യങ്ങൾ വന്നാലും അതിനെ നേരിടാനുള്ള കരുത്തും ശക്തിയും ഓരോ രാജ്യത്തിനുമുണ്ട്. ഇഷ്ടംപോലെ ഒരുക്കപ്പെട്ടിരിക്കുന്ന അണ്വായുധങ്ങളും യുദ്ധസാമഗ്രികളും ഒക്കെ രാജ്യങ്ങൾക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, 7 ഭൂഖണ്ഡങ്ങളും 195 രാജ്യങ്ങളുമുള്ള ഈ ലോകത്തിൽ പല രാജ്യങ്ങളും ഞാനാണ് മുമ്പിൽ എന്ന് പരസ്പരം ഒരു മത്സരത്തിൻ്റെ ശക്തി പ്രകടിപ്പിച്ചു കൊണ്ടിരുന്ന കാലഘട്ടങ്ങളിലാണ് അവൻ്റെ ചിന്തകളെയും അവൻ്റെ സകല സംവിധാനങ്ങളെ മുഴുവൻ തലകുത്തി മറിച്ചുകൊണ്ട് കൊറോണ വൈറസ് എന്ന് പറയുന്നതായ മനുഷ്യൻ്റെ സാധാരണ കണ്ണുകൾക്ക് ദർശിക്കാൻ സാധിക്കാത്ത ഒരു നിസ്സാര വസ്തു അത് ലോകത്തെ മുഴുവൻ കീഴടക്കി വെച്ചിരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ ഞാൻ ചോദിക്കുകയാണ്, എവിടെ ശാസ്ത്രം? ഇത് പിടിപെട്ടിട്ട് മാസങ്ങളായി. ഇപ്പോൾ ഒരു മരുന്ന് കണ്ടുപിടിക്കാനായിട്ട് ശാസ്ത്ര ലോകം ഒന്ന് തലകുത്തി മറിയ. ദൈവത്തെ കൂടാതെ ഇങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യൻ്റെ ചിന്തകൾക്ക് ഒരു വിരാമമിടുക. പ്രിയപ്പെട്ടവർ, ഞാൻ പറയാണ്, ദൈവമില്ല എന്നുള്ളതിനുള്ള തെളിവല്ല ഈ രോഗാവസ്ഥകൾ, ദൈവമുണ്ട് എന്നുള്ളതിൻ്റെ പ്രകടമായ സാക്ഷ്യമാണ്. കാരണം ദൈവത്തെ വിട്ട് ആരാധനയില്ലാതെ, പ്രാർത്ഥനയില്ലാതെ ലോകത്തിൻ്റെ സുഖങ്ങളിലും ജഡമോഹ വ്യാപാരങ്ങളിലും ലോകം മുഴുവനും ഒരുപാട് മക്കൾ വ്യാപരിച്ച ഒരു നാളുകളിൽ വ്യഭിചാരവും സ്വവർഗഭോഗവും മറ്റോരോ തിന്മകളും സകല ജഡത്തിൻ്റെ അശുദ്ധിയെയും ആശ്ലേഷിച്ചുകൊണ്ട് മനുഷ്യൻ ദൈവത്തെ തോൽപ്പിച്ചു എന്ന് അട്ടഹസിച്ച് നടന്ന നാളുകളിൽ മനുഷ്യബുദ്ധിക്കോ ശാസ്ത്രത്തിനോ കണ്ടെത്താൻ സാധിക്കാതെ വന്ന ഈ പ്രതിസന്ധികൾക്ക് മുമ്പിൽ നമുക്ക് എന്ത് ഉത്തരവുണ്ടെന്ന് ദൈവത്തിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, തകർച്ചയാകട്ടോ ജീവിതത്തിന്. ഇന്നും ബോധ്യമില്ലാതെ പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങളിൽ അങ്ങനെ ആസ്വദിച്ച് ജീവിക്കുന്നവരായ വിഡ്ഢി ചിന്താഗതികളുള്ളവരുണ്ട്. ആ സോദോം ഗൊമോറ നശിപ്പിക്കാൻ പോകുന്നു എന്ന് ദൈവം മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ ലോത്ത് തൻ്റെ മക്കളെ വിവാഹം ചെയ്യാനിരിക്കുന്ന യുവാക്കളുടെ അടുത്ത് പറയുന്നത്, ദൈവം ഈ ദേശത്തെ നശിപ്പിക്കാൻ പോവുക. നമ്മൾ വചനത്തിൽ വായിക്കുകയാണ്, തമാശ പറയുന്നതെന്ന് എത്രേ അവർക്ക് തോന്നിയത്. ഈ ബോധ്യമില്ലാത്തവൻ ഇപ്പം ഇത് കേൾക്കുമ്പോൾ എന്നാ തോന്നും?
അച്ഛൻ എന്നാ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഇത് തമാശാണോ കാര്യമാണോ എന്ന് നിനക്ക് മനസ്സിലാകണമെങ്കിലുണ്ടല്ലോ, ഈ തീയും ഗന്ധകവും പെയ്ത് കഴിയുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. പിന്നെ ഒരു നിലവിളിക്ക് പോലും നിനക്ക് സമയം ഉണ്ടാകത്തില്ല കേട്ടോ. അതുകൊണ്ട് തിരിച്ചറിഞ്ഞോണം. അതുകൊണ്ട് ഈ സമയമൊക്കെ ചങ്കുപൊട്ടി കർത്താവിനെ വിളിക്കേണ്ട ഒരു കാലമാണ്. നീ വെറുതെ നിരീശ്വര ചിന്തകൾക്കും യുക്തി ചിന്തകൾക്കും അടിമപ്പെട്ട് ധ്യാന കേന്ദ്രങ്ങളെയും ആത്മീയ ശുശ്രൂഷകളെയും ഗുരുക്കന്മാരെയൊക്കെ വിമർശിച്ച് എവിടെ രോഗശാന്തിക്കാർ, എന്നാൽ പിന്നെ കോവിഡ് മുഴുവൻ അങ്ങ് സുഖപ്പെടുത്തുക, നിങ്ങൾ മുഴുവനും മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലുക, എന്നിട്ട് അവിടെ കോവിഡ് രോഗികളെയും മറ്റ് മാരകമായ രോഗം ബാധിച്ച് കിടക്കുന്നവരെയൊക്കെ സൗഖ്യപ്പെടുത്തുക എന്നൊക്കെ വിമർശിച്ച് നീ വിലകെട്ട വാക്ക് പറയേണ്ട സമയമല്ല ഇത്. നീ തലക്കടി കിട്ടുമ്പോ എങ്കിലും മോനെ മുകളിലേക്ക് നോക്കി വിളിക്കുക, ദൈവമേ എന്ന് ചങ്കുപൊട്ടി വിളിക്കുക. അല്ലെങ്കിൽ നീ ആ അന്ധകാരത്തിന്റെ നിത്യനരകത്തില് രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധത്തില് അധപ്പതിക്കാൻ പോകുന്ന കാലമാ. തിരിച്ചറിഞ്ഞോ? നിന്റെ മൊബൈലിലേക്ക് നിരീശ്വരവാദികളും യുക്തിചിന്തകരും പടച്ചുവിടുന്ന തെറ്റായ സന്ദേശങ്ങളെ 10 പേർക്ക് ഫോർവേഡ് ചെയ്ത് നീ ആനന്ദിച്ചിരിക്കരുത്. മറിച്ച് ചങ്കുപൊട്ടി കർത്താവിനെ വിളിച്ചോ. അവരെ ഓർത്ത് നീ കർത്താവിനെ വിളിക്കണം മോനെ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന കാലഘട്ടമാണ്. വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന കാലഘട്ടമാണ്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 16-ാം അധ്യായത്തിൽ ഈശോ കേസറിയ ഫിലിപ്പിലൂടെ ഇങ്ങനെ കടന്നു പോവുക. നിങ്ങൾ ഓർക്കണം, കേസറിയ ഫിലിപ്പി എന്ന് പറയുന്നത് എല്ലാ തരത്തിലും പല ദൈവവിശ്വാസങ്ങൾ കൊണ്ട് നിറഞ്ഞൊരിടമാണ് ഇല്ലേ. അവിടെ നിൽക്കുമ്പോൾ ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ ആരെന്നാണ് ജനങ്ങളൊക്കെ പറയുന്നത്? ശിഷ്യന്മാർ പറഞ്ഞു, ചിലർ ഏലിയ എന്നും ജെറമിയ എന്നും പ്രവാചകന്മാരിൽ ഒരുവനെന്നും സ്നാപയോഹന്നാൻ ഉയർത്തെഴുന്നേറ്റു എന്നും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഈശോ ചോദിക്കുന്നൊരു വ്യക്തിപരമായ ചോദ്യമുണ്ട്, ഞാൻ ആരെന്നാ നിങ്ങൾ പറയുന്നേ? ഞാൻ ആരെന്നാ നിങ്ങൾ പറയുന്നേ? പ്രിയപ്പെട്ടവരെ, ഈ പ്രതിസന്ധികൾക്ക് നടുവിൽ ഇതൊരു ചോദ്യം. ഇപ്പോൾ എൻ്റെ സ്ഥാനം എവിടെയാണ്? നിൻ്റെ ഹൃദയത്തിൽ എൻ്റെ സ്ഥാനം എവിടെയാണ്? ഈ നാസ്തികരും നിരീശ്വരവാദികളും സഭാവിരോധികളുമൊക്കെ ഇങ്ങനെ കൂണുപോലെ മുടച്ചു പൊന്തി അടരാടുന്ന ഈ സമയത്ത് ഞാൻ ആരെന്നാ നീ പറയുന്നത്? ഇതൊരു ചോദ്യമാണ് പ്രിയപ്പെട്ടവർ. ഈ ചോദ്യത്തിന് നിൻ്റെ ജീവിതത്തിൽ എന്ത് ഉത്തരമുണ്ട് എന്നതനുസരിച്ചിരിക്കും നിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പം എന്താ ഈ അച്ഛന്മാരുടെയൊക്കെ പറച്ചിൽ? പള്ളിയിൽ അങ്ങോട്ട് ചെല്ലണം, വീട് വെഞ്ചരിക്കുകയില്ല, കല്യാണം നടത്തുകയില്ല എന്നുള്ള ഭീഷണികളൊക്കെ എവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് നീ അതിനെ വിമർശിക്കുന്നെങ്കിൽ മകനെ മകളെ ഒരു കാര്യം നിൻ്റെ ജീവിതത്തിൽ ഓർക്കണം എന്ന് പറഞ്ഞാൽ, നീ ആത്മീയ ജീവിതത്തിൽ ഇത്രയും മുരടിപ്പ് ബാധിച്ച് അന്ധകാരത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാ. വിശ്വാസത്തിൻ്റെ തീഷ്ണതയുള്ള മക്കൾ ഒരുപക്ഷെ പണ്ടത്തേക്കാൾ ഉപരിയായിട്ട് തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്ന നാളുകളായത്. ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ വീട് ഇത്രയും ദൂരെ ആയതുകൊണ്ട് പലപ്പോഴും കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റിയല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കുചേരാൻ പറ്റുന്നുണ്ട് അച്ഛാ. ഒരു ധ്യാനകേന്ദ്രത്തെ പോയി ശുശ്രൂഷ പങ്കെടുക്കണമെന്ന് കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ വയ്യാത്തതുകൊണ്ട് ഇതൊന്നും നടന്നിരുന്നില്ല. ഇപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് ആ ധ്യാനകേന്ദ്രത്തിലെ ശുശ്രൂഷകളിലൊക്കെ സന്തോഷത്തോടെ പങ്കുചേരുന്നുണ്ട് അച്ഛാ. ഒരു ദിവസം പോലും ഞാൻ ആരാധന മുടക്കാറില്ല. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണേ. അതായത് ആത്മീയ ശുശ്രൂഷകൾ മുടങ്ങിയെന്ന്, ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയില്ല, ശുശ്രൂഷകൾ മുടങ്ങി, അതുകൊണ്ട് ഒന്നും ഇവിടെ സംഭവിച്ചില്ലല്ലോ എന്ന് പറയുന്ന നിരീശ്വര ചിന്തകൻ്റെ ചിന്തകൾക്ക് ഉത്തരമായത് എന്ന് പറഞ്ഞാൽ ഒരുപാട് മക്കൾ ഇങ്ങനെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുക. ഈ നാളുകളിൽ വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എന്നെ വിളിച്ച മക്കളുണ്ട്. പലതരത്തിൽ ഭീതിയും അസ്വസ്ഥതയും, ചിലരൊക്കെ രോഗത്തിന് അടിമപ്പെട്ടവരും. അവർ പറയാ, അച്ഛാ പ്രാർത്ഥിക്കണം. ഈ നാളുകളിൽ ഇവിടെയുള്ള മാതാപിതാക്കൾ വിളിച്ചു, അച്ഛാ ചെറുക്കൻ അവിടെയാ, അവന് ഇപ്പോൾ ഈ രോഗത്തിൻ്റെ പ്രാരംഭ ലക്ഷണം തുടങ്ങിയിരിക്കുക. ചിലരൊക്കെ ഒരുപാട് വേദനയോടെ പൊട്ടിക്കരഞ്ഞ് പറഞ്ഞു, അച്ഛാ രോഗം സ്ഥിരീകരിച്ച് അവൻ ഇന്ന് വെന്റിലേറ്ററില്ല. ഞാൻ ഓർക്കാണ്, ഇവിടെ തൊട്ടടുത്തുള്ള ഒരു കുടുംബത്തിലെ ഒരു മകൻ UK രോഗബാധ അത്രമേൽ വർദ്ധിച്ച് വല്ലാത്തൊരു പ്രതിസന്ധിയില്ല, വെന്റിലേറ്ററിലായിരിക്കുക. കുടുംബം മുഴുവൻ തീക്ഷ്ണത പ്രാർത്ഥിക്കുക. വേറെ എന്നാ ചെയ്യാൻ പറ്റും അച്ഛാ? ദൈവത്തിലുള്ള ആശ്രയം ഞങ്ങൾക്ക് ശക്തി തരുന്നുണ്ട്. UK തന്നെ ജോലി ചെയ്യുന്ന, ഇവിടെ ഈ അമ്മ വീട്ടിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു മകളുണ്ട്. അവൾ നേഴ്സായിട്ട് ജോലി ചെയ്യുക. അപ്പോൾ അവൾ വിളിച്ചു പറയും, അച്ഛാ ഇന്ന് ഇത്രയും കോവിഡ് രോഗികളുണ്ടായിരുന്നു, എന്നിട്ട് അവരുടെ ഇടയിൽ അച്ഛൻ ശുശ്രൂഷ ചെയ്ത് വല്ലാത്ത പേടിയാണ്.
ആദ്യം 1-2 ദിവസമൊക്കെ വീട്ടിൽ പറഞ്ഞപ്പോൾ മമ്മിയും പപ്പയൊക്കെ വല്ലാതെ കരച്ചിലും ബഹളമാണ്. പിന്നെ ഞാൻ എന്നാ ചെയ്യണ്ടേ? ഞാൻ ആരോടാ അച്ഛൻ എൻ്റെ സങ്കടം പറയണ്ടേ? അതുകൊണ്ട് പിന്നെ ഞാൻ തീരുമാനിച്ചു, വീട്ടിൽ ഇനി പറയണ്ട, എന്തിനാ അവരെയും കൂടെ വെറുതെ പേടിപ്പിക്കുന്നത്. അച്ഛനൊന്ന് ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിലായിട്ട് ആഴ്ചയിൽ 1-2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലോ ഒക്കെ ഈ മകള് എന്നോട് വിളിച്ച് പറയാം, അച്ഛാ ഫോണിൽ കൂടെ അച്ഛൻ ഇപ്പോഴിന്ന് പ്രാർത്ഥിച്ച് എനിക്കൊരു ആശീർവാദം തന്നു വിടണം. എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞു, അച്ഛാ എല്ലാ ദിവസവും രാവിലെ ഞാൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് വീട്ടിലേക്ക് വീഡിയോ കോൾ വിളിക്കുമ്പോൾ എൻ്റെ മമ്മിയും പപ്പയും കൈ ഉയർത്തിപ്പിടിച്ച് എന്നെ അനുഗ്രഹിച്ച് വിടും അച്ഛാ. അതൊക്കെയാണ് എൻ്റെ ഒരു ബലം. എല്ലാ ദിവസവും പോകുന്നതിന് മുമ്പ് 91 സങ്കീർത്തനം ഞാൻ വ്യക്തിപരമായിട്ട് ഇങ്ങനെ ചൊല്ലി പ്രാർത്ഥിച്ച് ഒരു ശക്തി നേടി പോകും. അച്ഛാ, ഇതാ അച്ഛാ ഒരു ശക്തി എന്ന് പറയുന്നത്, ഇതാ അച്ഛാ ഒരു ബലം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട, ഞാൻ ഓർക്കുകയാണ്, അതായത് ആത്മീയതയുടെ അടിത്തറയുള്ള മക്കൾ ഇങ്ങനെ അവരുടെ ജീവിതത്തിൽ ദൈവവിശ്വാസം വർദ്ധിക്കുന്ന നാളായത്. കാരണം എൻ്റെ കർത്താവിന് അസാധ്യമായിട്ട് യാതൊന്നും ഇല്ല എന്ന്, എൻ്റെ ദൈവം അറിയാതെ ഒന്നും ഇല്ല എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് പരമേൽപ്പിച്ചു കൊടുത്ത് ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോൾ ഒരു ആത്മബലം, ഒരു ജീവിത ശക്തി, ഒരു ധൈര്യം, ഏത് വ്യക്തികൾക്കും എങ്ങനെ വേണമെങ്കിലും ജോലി ചെയ്യാൻ ഒരു ആത്മീയ ജ്വലനം. പ്രിയപ്പെട്ട നിരീശ്വരവാദികളെ, യുക്തിചിന്തകരെ, നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. ഇതുപോലെ തീക്ഷ്ണതയുള്ള ഒരുപാട് ആത്മായ വിശ്വാസികളുടെ ഉറപ്പുള്ള പാറമേൽ പണിയപ്പെട്ടതാ കത്തോലിക്ക സഭ. അതിനെ ഇടിച്ചു തകർക്കാനോ അതിനെ ഇല്ലായ്മ ചെയ്യാനോ ആ പാറ ഇളക്കാനോ നിന്റെ ചെറിയ ആയുധം പര്യാപ്തമല്ല. പറഞ്ഞേ ഹല്ലേലൂയാന്ന്. ഹല്ലേലൂയ. തീക്ഷ്ണതയോടെ പറഞ്ഞേ ഹല്ലേലൂയാന്ന്. ഹല്ലേലൂയ. നമ്മളൊരു എത്ര വ്യക്തികളാണ് ഇങ്ങനെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുക? എത്രയേറെ പേരാണ് ആശീർവാദം സ്വീകരിക്കുക ഫോണിൽ കൂടെ? എത്രയേറെ പേരാണ് ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ ഇങ്ങനെ പങ്കുവയ്ക്കുക? ഒരു നിരീശ്വരവാദിയുടെ അടുത്ത്, ഒരു യുക്തിചിന്തകൻ്റെ അടുത്ത് ഇതുപോലെ പങ്കുവയ്ക്കുമോ? ഇതുപോലെ സഭാവിരോധിയായിട്ട് കണ്ണിക്കാണുന്ന സകല കാര്യങ്ങളിൽ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയോട് ആരെങ്കിലും അവരുടെ സങ്കടം പങ്കുവയ്ക്കുമോ? ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, പിന്നെ എന്താ നിങ്ങളുടെ ഈ ഭൂമിയിലെ സാന്നിധ്യത്തിൻ്റെ അർത്ഥം? ഇങ്ങനെ കുറേ വിഴുപ്പ് ഭാണ്ഡം ചുമന്ന് മറ്റുള്ളവരെ ദുർഗന്ധത്തിൽ ആഴ്ത്തുകയാണോ ഈ ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്? എന്താ പ്രയോജനം? ഈ ഭൂമിക്ക് ഭാരമായിട്ട് ഈ ലോകത്തിൽ ജീവിച്ചു പോകുന്ന ഒരു ഗതികേട് എന്ന് ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. കർത്താവ് യൂദാസിനെ കുറിച്ച് പറഞ്ഞതുപോലെ, ഈ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് നിങ്ങളെക്കുറിച്ച് ആരും പറയാതിരിക്കട്ടെ എന്ന് മാത്രമാണ് നാസ്തികരോടും സഭാവിരോധികളോടും സ്നേഹത്തോടെ പ്രഘോഷിക്കാനായിട്ടുള്ള വചനം. വേറൊന്നുമല്ല. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണം കേട്ടോ. ഇങ്ങനെ വിഴുപ്പിൻ്റെ ദുർഗന്ധം വമിക്കുന്ന ഈ ഭാണ്ഡവും ചുമന്നുകൊണ്ട് നടക്കാതെ വിശ്വാസത്തിൻ്റെ സുഗന്ധം പൊഴിക്കുന്നതായിട്ട് ജീവിതത്തെ ഒന്ന് മാറ്റിക്കേ. എത്ര പേർക്ക് നന്മയായിട്ട് മാറാൻ പറ്റും? ഒരു തീരുമാനത്തോടെ എന്ന് പറഞ്ഞേ പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയാന്ന്. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയാന്ന്. ഹല്ലേലൂയ. ഞാൻ ആര് എന്ന കർത്താവിൻ്റെ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കൊടുക്കേണ്ട നാളായത്. ഹിസ്റ്ററിയോഗ്രഫി പഠിക്കുന്നവർ, അതായത് ഹിസ്റ്ററി ഓഫ് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്, അതാണ് ഹിസ്റ്ററിയോഗ്രഫി. ഹിസ്റ്ററിയോഗ്രഫി പഠിക്കുന്നവരൊക്കെ പഠിക്കുന്ന ഒരു മഹാനായ ചരിത്രകാരൻ്റെ സുന്ദരമായ ഗ്രന്ഥമുണ്ട്. ഇബൻ ഖൽദാൻ്റെ ബുക്ക് ഓഫ് ലെസൺസ് ആണ്. ഇബൻ ഖൽദാൻ എന്ന് പറയുന്നത് വളരെ മഹത്തരമായിട്ട് ജീവിതത്തെ വീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ചരിത്രത്തിലും സാമൂഹിക സാമ്പത്തിക മേഖലകളിലുമൊക്കെ കൊടുത്തിരിക്കുന്ന സംഭാവനകൾ വളരെ മഹത്തരമാണ്. അതുകൊണ്ട് തന്നെ ആദരവോടെ നോക്കിക്കണ്ടിരുന്നൊരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം ഈ സംസ്കാരത്തെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. നമുക്കറിയാം, ഒരുപാട് സംസ്കാരങ്ങൾ നമ്മുടെ ഈ ഭാരതഭൂമിയിലൊക്കെ ഉണ്ടായിരുന്നു. സംസ്കാരങ്ങളുടെ രൂപപ്പെടലിൻ്റെ ബാക്കിയാണ് നമ്മുടെ ജീവിതങ്ങളൊക്കെ. സിന്ധു നദീതട സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ചൈനീസ് നദീതട സംസ്കാരം, ഇങ്ങനെ ഉണ്ട്. ഒരുപാട് സംസ്കാരങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ സംസ്കാരങ്ങളൊന്നും ഇന്ന് നിലവിലില്ല, ഒക്കെ നശിച്ചുപോയി. അദ്ദേഹം ഇവിടെ പ്രതിപാദിക്കുന്ന, ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാര്യമുണ്ട്. എവിടാണ് ഈ സംസ്കാരത്തിൻ്റെ നാശത്തിൻ്റെ തുടക്കം? അതിന് അദ്ദേഹം പറഞ്ഞു വെക്കുക, ഒരു സംസ്കാരം അതിൻ്റെ പൂർണ്ണ വളർച്ചയെത്തി എന്ന് തിരിച്ചറിയുമ്പോഴാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, എപ്പോഴാണ് ഒരു സംസ്കാരം അതിൻ്റെ പൂർണ്ണ വളർച്ചയെത്തി എന്ന് തിരിച്ചറിയുന്നത്? ഒരു സംസ്കാരം അതിൻ്റെ പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് സാവധാനം അധപ്പതിച്ചു തുടങ്ങും. മൂല്യങ്ങൾ ജീവിതത്തിൽ ഇല്ലാതെ പോകും. ധാർമ്മികത എന്ന് പറയുന്ന മഹാമൂല്യം ഇങ്ങനെ ചുതി സംഭവിച്ച് സാവധാനം അധപ്പതിച്ചു തുടങ്ങും. എല്ലാ തരത്തിലുള്ള നന്മയും ധാർമ്മികതയും മൂല്യങ്ങളുമൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ നശിച്ചു തുടങ്ങുമ്പോൾ തിരിച്ചറിയേണ്ട ഒറ്റ സത്യമുണ്ട്, സംസ്കാര നാശത്തിലാണ്.
ഈ ബെൻഗൽ തൻ്റെ വാക്കുകൾ എടുത്തുകൊണ്ട് ഞാൻ പറയും, പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംസ്കാരം അതിൻ്റെ പൂർണ്ണ വളർച്ചയെത്തിയിട്ട് ഈ നാളുകൾ അത് നാശത്തിൻ്റെ പാതയിലാണ്. ശരിയല്ലേ? വിശ്വാസം നഷ്ടപ്പെട്ട, ധാർമ്മികത നഷ്ടപ്പെട്ട, മൂല്യങ്ങൾ നഷ്ടപ്പെട്ട, എല്ലാ തരത്തിലുള്ള ജഡമോഹങ്ങളിലും അശുദ്ധിയിലും ലോക നൈമിഷിക സുഖങ്ങളിലും മനുഷ്യൻ ആവേശത്തോടെ മുഴുകി ഇങ്ങനെ പാപത്തിൻ്റെ സുഖം ആസ്വദിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു അധപ്പതനത്തിൻ്റെ കാലം എന്ന് പറയുന്നത് സംസ്കാരത്തിൻ്റെ നാശവാ. സംസ്കാരത്തിൻ്റെ നാശവാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ തിരിച്ചറിയണം ഈ സത്യത്തെക്കുറിച്ച്. അതുകൊണ്ട് ഒരു തിരിച്ചു വരാനുള്ള സമയമായത്. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 13-ാം അധ്യായം 5-ാം വചനത്തിൽ ഓർമ്മിപ്പിക്കുന്ന കാര്യം ശ്രദ്ധേയമാണ്. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരീക്ഷിച്ചറിയേണ്ട നാളുകളായത്. പ്രഭാഷകരുടെ പുസ്തകം 2:5 ഓർമ്മിപ്പിക്കുന്നത് പോലെ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിൻ്റെ സ്വീകാര്യരായ വ്യക്തികളും. പ്രിയപ്പെട്ടവരെ, നമ്മളെ തന്നെ അഗ്നിശോധനയ്ക്ക് വിധേയമാക്കേണ്ട നാളുകളായത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കർത്താവിൽ ആഴമായി വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? പൗലോസ് ലീഹായെ പോലെ എനിക്ക് പറയാൻ പറ്റുമോ? റോമ 8:35, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ആര് എന്നെ വേർപ്പെടുത്തും? രോഗമോ, പീഡനമോ, ആപത്തോ, നഗ്നതയോ, വാളോ? ഇല്ല. എൻ്റെ ജീവിതത്തിൻ്റെ വിശ്വാസത്തെ തകർക്കാൻ ഒന്നിനും സാധിക്കത്തില്ല. അവിടെയാണ് നമ്മൾ ഏറ്റു പറയേണ്ടത്. ഫിലിപ്പി 1:21, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവും. അപ്പം ജീവിതം എന്ന് പറയുന്നത് എനിക്ക് എന്താണ്? ക്രിസ്തുവാണ്. വളരേണ്ടത് ഈ ചൈതന്യത്തിലേക്കാണ്. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നുവെന്ന് ഹൃദയത്തിൽ പറയാൻ നമുക്ക് സാധിക്കണം. ഒരു നിമിഷം നമ്മുടെ ജീവിതങ്ങളെ കർത്താവിലേക്ക് സമർപ്പിക്കാം. ബലഹീനതകളോ കുറവുകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ. ചിലപ്പോഴൊക്കെ ചില പ്രതിസന്ധികളിൽ ഉടലെടുക്കുമ്പോൾ, ചില അസ്വസ്ഥതകൾ ഉടലെടുക്കുമ്പോൾ വല്ലാതെ മനസ്സ് തളർന്നു പോകില്ലേ? വിശ്വാസത്തിൽ ഒരു മന്ദത വരും, ഒരു മരവിപ്പ് വരും. ശരിയാ, അതൊക്കെ വരാം. പക്ഷേ നമ്മളെ തളർത്തിക്കളയരുതൊന്നും. നമുക്ക് കർത്താവിലേക്ക് ചേർന്ന് നിൽക്കാം. അവിടുന്ന് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒരു ശക്തി പകരും. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, കരങ്ങളൊന്ന് കൂപ്പാം, കണ്ണുകളൊരു നിമിഷം അടച്ച് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, ജീവിതം മുഴുവനിതാ നിൻ്റെ കരങ്ങളിലേക്ക് സ്നേഹപൂർവ്വം ചേർത്ത് വയ്ക്കുന്നു. ഈ നാളുകളിലെ പ്രതിസന്ധികളിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോകുന്ന ഒരുപാട് സ്വകാര്യ നൊമ്പരങ്ങളിലും സങ്കടങ്ങളിലും ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശ മുഴുവൻ ഇരുളടഞ്ഞു പോകുന്ന ജീവിതത്തിൻ്റെ ഏറ്റവും ദയനീയമായ സ്ഥിതിയിലും കർത്താവേ, ഞാൻ മറ്റാരിലാ ആശ്രയിക്കുക? ഓ യേശുവേ, അത്രമാത്രം എൻ്റെ വിശ്വാസത്തെ നീ വർദ്ധിപ്പിക്കണമേ. ഒരു വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയുടെ കനല് എന്നിലെരിയുവാൻ ആത്മാവിൻ്റെ അഗ്നി എന്നിൽ നിക്ഷേപിക്കണമേ. കരങ്ങളെ യാചനാരൂപത്തിൽ പിടിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസം നൽകണമേ. നഷ്ടപ്പെട്ടു പോകുന്ന, ചൈതന്യമില്ലാതെ പോകുന്ന എൻ്റെ ജീവിതത്തിലേക്ക്, മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ആശ്രയിക്കാൻ ഒരു അഭിഷേകം കർത്താവെ പകർന്നു തരണം. വിശ്വാസം അങ്ങനെ ശരണപ്പെടാൻ മാത്രം എൻ്റെ ജീവിതത്തെ പ്രത്യാശയുള്ളതാക്കി മാറ്റണമേ ഈശോ. വിശ്വാസം ആരാധന 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 ആരാധന. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.